നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷാണ്. +1 ഇംപ്രൂവ്മെന്റ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, ഒരുപാട് ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വരുന്നത് എൻ്റെ അഡ്മിഷൻ്റെ പ്രോസസ്സുമായിട്ട്. എന്തായാലും ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച വൈകുന്നേരമായിരിക്കും. അന്നേരം നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, മെസ്സേജുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +1 പോയ കുട്ടികൾ ചോദിക്കുന്നൊരു കാര്യം, സാറേ ഇനി എന്നാണ് പരീക്ഷ? +1 ഇംപ്രൂവ്മെന്റിന് പോയ കുട്ടികൾ, +1 തോറ്റ കുട്ടികൾക്ക് ഇനി എന്നാണ് പരീക്ഷ? +1 തോറ്റ കുട്ടികൾക്ക് അടുത്ത മാർച്ചിൽ പരീക്ഷയുണ്ട്. അത് 2026 മാർച്ച് പരീക്ഷയുണ്ട്. പക്ഷെ അന്നേരം ആ സെക്കൻഡിൽ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. കാരണം പുത്തൻ പാറ്റേണും ഒക്കെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് +2 ഇപ്പോൾ എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, അത്യാവശ്യം പ്രയാസമായ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി +2 ഈ മാസം റിസൾട്ട് 21 റിസൾട്ട് വന്നതിന് ശേഷം ജൂൺ 10 പരീക്ഷ. ജൂൺ 10 +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് നടക്കും. അതായത് ഇംപ്രൂവ്മെന്റ് ഒരു വിഷയം ഇംപ്രൂവ്മെന്റ് ചെയ്യാം, എല്ലാ വിഷയങ്ങളും സേ എഴുതാം. അന്നേരം +2 പോയിട്ടുള്ള കുട്ടികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ +1 ചേർത്ത് മാർക്ക് 36 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യാം? ജയിക്കാം. അന്നേരം ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ +1 പോയ കുട്ടികളായാലും +2 കുട്ടികളായാലും ഒരു ദിവസം നമ്മൾ കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ പഠിത്തം ആരംഭിക്കുക. ഒരിക്കലും ഇനി അങ്ങോട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചോണം, ഇനി അങ്ങോട്ട് പോകുന്നതോറും വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്, ടെക്സ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് മാറി, +1 +2 ടെക്സ്റ്റുകൾ മാറി. ഇതൊക്കെ മാറി വരുമ്പോൾ നമുക്ക് വളരെ പ്രയാസമായി മാറും, ജയിക്കാനുള്ള ചാൻസുകൾ കുറയും. അന്നേരം നിങ്ങളെ പേടിപ്പെടുത്തുന്നോ അല്ല, ഇത് സത്യാവസ്ഥയാണ്. നാളെ ഇത് സത്യമായി വരും, അയ്യോ ഗിരീഷ് സാർ പറഞ്ഞു എന്ന് പറയരുത്. അന്നേരം നിങ്ങൾ നേരത്തെ മുൻകൂട്ടി ഇത് കണ്ട് ഈ വർഷത്തേക്ക് അടുത്ത ഈ വർഷം തന്നെ ടെസ്റ്റ് മാറുന്നില്ല. ഈ വർഷം ഈ 2026 അടുത്ത മാസം ജൂണിലും പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതി എല്ലാവരും +1 +2 എഴുതി എടുക്കുക എന്നുള്ളതാണ്. ജയിച്ചിരിക്കണം. കേരളത്തിലെ എല്ലാ കുട്ടികളും ജയിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും ജയിക്കാം. നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് പഠിച്ചാൽ മതി. ഒരു വിഷയം 5-6 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂർ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കും. ആ ഒരു മനസ്സോടുകൂടി വേണം പഠിക്കാനിരിക്കാൻ. അന്നേരം നേരത്തെ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും ജയിച്ച് നമുക്ക് +2 പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളടേ ഫ്യൂച്ചറിലേക്ക് ഇനി അങ്ങോട്ടൊക്കെ പോകുന്നു. വളരെ എല്ലാത്തിനും മത്സരമായി ഉണ്ട്. അതെല്ലാം മനസ്സിൽ കരുതിക്കൊള്ളുക, ടെൻഷൻ വേണ്ട. പക്ഷേ എപ്പോഴും നമ്മളൊരു ഒരു മുൻകൂട്ടി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. ടെൻഷനെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് നമ്മൾ രക്ഷകർത്താക്കളൊന്നും വഴക്ക് പറയേണ്ട ആവശ്യതയില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പരാജയം, എല്ലാവരും ജയിക്കത്തില്ലല്ലോ. ഒരു 2 ക്രിക്കറ്റ് ടീം RCBയും ചെന്നൈയും തമ്മിൽ എക്സാമ്പിൾ കൊണ്ട് 2 ടീമിനോട് ജയിക്കാൻ പറ്റത്തില്ല. എങ്ങനെയൊക്കെ പോയാലും ഒരു ടീമിനെ ജയിക്കാൻ പറ്റത്തില്ല. മഴ മൂലം കളി എങ്ങനെ മാറ്റി വെച്ചാൽ സമാധാനം അങ്ങനെ. പക്ഷേ ഇത് ഒരു ടീമിന് നന്നായിട്ട് കളി നടന്നു കഴിഞ്ഞാൽ ഒരു ടീമേ ജയിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ജയിക്കും, പരാജയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് നമ്മൾ വിജയിക്കാൻ നമ്മളങ്ങ് ശരിക്കും കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ജയിക്കാം, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാം, ജയിക്കാൻ നല്ല മാർക്ക് കിട്ടാം. അതിനുവേണ്ട എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ഓർത്തോണം. ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും സയൻസുകാർക്കും ഒരേപോലെ എല്ലാ വിഷയങ്ങളും അവൈലബിൾ ആണ്. അന്നേരം നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ, +1 +2 ഏത് സബ്ജക്റ്റ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇടാവുള്ളൂ. വോയിസ് ഇടരുത്, കേൾക്കാൻ സമയമില്ല. ഇത് കൃത്യമായിട്ട് ഇടുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.